ലോകം മുഴുവനുമുള്ള എല്ലാ മനുഷ്യരെയും സ്വന്തമായി കരുതാനായിട്ടുള്ള വിശേഷ വിളി സ്വീകരിച്ചിരിക്കുന്നവരാണ് വൈദികരും സന്യസ്തരും. ഇത്തരത്തിലുള്ള വിശേഷമായ വിളിയെ ഡിവൈൻ കോളിനെ പരിചയപ്പെടുകയാണ് ഡിവൈൻ കോളിലൂടെ. സ്നേഹപൂർവ്വം എല്ലാവർക്കും ഡിവൈൻ കോളിലേക്ക് സ്വാഗതം. കാലഘട്ടത്തിൻ്റെ സങ്കീർണതകൾ തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ പ്രേക്ഷിത വയലിൽ തളരാതെ മുന്നേറുന്ന വൈദികർ, സുവിശേഷത്തിൻ്റെ കാരുണ്യദീപം കരങ്ങളിലേന്തി അനേകം കണ്ണീരണിഞ്ഞ ജീവിതങ്ങൾക്ക് പ്രകാശമേകുന്നവർ. ഇത് അഗതികൾക്കും ആലംബഹീനർക്കുമായി OIC സഭയുടെ കീഴിൽ കറുകച്ചാലിൽ പ്രവർത്തിക്കുന്ന ബദനി സ്നേഹതീരത്തിൻ്റെ ഡയറക്ടർ ഫാദർ ജെയിംസ് മാത്യു കൈപ്പള്ളിയിൽ OIC തൻ്റെ അമൂല്യമായ ദൈവവിളിയുടെ മഹത്വവും ശുശ്രൂഷയിലുടനീളം ദർശിക്കുന്ന ദൈവിക കാരുണ്യത്തിൻ്റെ അനുഭവങ്ങളും ജെയിംസ് അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. നമ്മളോടൊപ്പം ഇന്നുമായിരിക്കുന്നത് സിറോ മലങ്കര സഭയിലെ വൈദികനും ബദനി സന്യാസ സമൂഹ അംഗവുമായ ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛനാണ്. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ഡിവൈൻ കോളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛ, സ്വാഗതം. അച്ഛ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അച്ഛൻ്റെ വിളിയെ പറ്റിയൊക്കെ സംസാരിച്ചപ്പം SSLC പരീക്ഷയിൽ വളരെയധികം മാർക്കുണ്ടായിരുന്നിട്ടും ഒരു വിഷയത്തിന് 1-2 മാർക്കിൻ്റെ പേരിൽ തോറ്റുപോവുകയും അതിനുശേഷം അതുമൂലം അച്ഛൻ പോകേണ്ടിയിരുന്ന ആ ഒരു വെളിയിലേക്ക് പോകാതെ, അല്ലെങ്കിൽ ഒരു രൂപതാ വൈദികനിൽ ആകാതെ അതിനുശേഷം വളരെ വ്യത്യസ്തമായ, അല്ലെങ്കിൽ തമ്പുരാൻ കൈപിടിച്ച് നടത്തിയതുപോലെ അച്ഛൻ ഈ ഒരു സന്യാസഭയിൽ അംഗമായി. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പം വളരെ സന്തോഷത്തോടെ അച്ഛൻ തന്നെ ആഗ്രഹിച്ച ഒരു ശുശ്രൂഷ മേഖലയുടെ ആരോരുമില്ലാത്തവരുടെ ഭാഗമായി ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. അച്ഛൻ ഇപ്പോൾ ആയിരിക്കുന്നത് 2-3 ഭവനങ്ങളോടൊപ്പമാണ്. ആരോരുമില്ലാത്ത പ്രിയപ്പെട്ട അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും കൂടിയാണ്. അച്ഛൻ്റെ സന്യാസ സഭയുടെ ഈ ഒരു കാര്യത്തെ പറ്റിയും ഈ ഹോമുകളെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? ഈശോയെ അവിടുത്തെ കർമ്മ ജീവിതത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും അടുത്തനുകരിക്കുക. ഞങ്ങളുടെ പേര് തന്നെയാണ് മിശിഹാനുകരണ സന്യാസ സമൂഹം. അപ്പോൾ പ്രാർത്ഥന മാത്രമല്ല, അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു പ്രവർത്തന മേഖല കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ വിശുദ്ധ നിയമം അനുസരിച്ച് ഞങ്ങൾക്ക് 9ഓളം പ്രവർത്തന മേഖലകളുണ്ട്. അതിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേഖലയാണ് ആരോരുമില്ലാത്തവരുടെ അവർക്കുള്ള ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് 3 ഭവനമാണ് ഞങ്ങളുടെ പ്രോവിൻസിന്, നവജ്യോതി പ്രോവിൻസിന് ഇപ്പോൾ ഉള്ളത്. ആ 3 ഭവനങ്ങളിലും ആയിരിക്കാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. അത് വലിയൊരു അനുഗ്രഹമായിട്ട്, അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡാണ് ഞാൻ. അല്ല, നമുക്ക് 2 വാക്കുകളുണ്ട്, സന്തോഷവും ആനന്ദവും. എനിക്ക് ആനന്ദമാണ് എപ്പോഴും ഇവരോടായിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു ഇതുണ്ട്. ഞാൻ എപ്പോൾ ആദ്യമായിരുന്ന ആശ്രമത്തിലേക്ക് ചെല്ലുമ്പോഴും അവിടെയുള്ള അമ്മച്ചിമാർ വിളിക്കുന്നത് അച്ഛൻ മോനെ എന്നാണ് വിളിക്കുക. അപ്പോൾ അത്രയും പേർക്ക് ഞാൻ ഇന്നൊരു മോനാണ് അമ്മമാർക്ക്. അവരിന്നും എന്നെ ഓർക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ വരുമ്പോഴാണെങ്കിലും ആ ഒരു വലിയൊരു ഭാഗ്യം അത് വേറെ ഏത് ശുശ്രൂഷ മേഖല നിന്നാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ദൈവമാണ് കൂടെ നടക്കുന്നതെന്നുള്ള അനുഭവം അതെല്ലാവർക്കും എപ്പോഴും ഉണ്ട്. പക്ഷേ എടുത്തു പറയത്തക്ക കുറേ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള ഒരു അനുഭവ സമ്പത്തുണ്ട്. കാരണം ഈ ഒരു മേഖലയിലായിരിക്കുമ്പം ഇങ്ങനെ ഓർക്കുമെന്ന് വെച്ചാൽ ഇവിടെ രോഗികളായിട്ടുള്ളവരുണ്ടാകും, ഓർമ്മയില്ലാത്തവരുണ്ടാകാം, നമ്മളെ മനസ്സിലാകാതെ നമ്മളോട് പെരുമാറുന്നവരുണ്ടാകാം. അത്ര എളുപ്പമൊന്നുമല്ല ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച്. ഇട്ടിട്ട് പോയാലോ എന്ന് നമ്മൾ സാധാരണ മനുഷ്യൻ ആലോചിക്കുന്ന ഒരു മേഖലയിലാണ് പട്ടം കിട്ടിയ, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു അപ്പോയിൻമെൻറ്റ് തൊട്ട് അച്ഛനായിരിക്കുന്നത്. ഈ ഒരു മേഖലയിലായിരിക്കും ഞാൻ ആ ചോദ്യത്തിലേക്ക് തന്നെയാണ് വരുന്നത്. ഇവിടെ ഉറപ്പായിട്ടും ഈ ഒരു 3-4 വർഷം പിടിച്ചു നിൽക്കണമെങ്കിൽ തമ്പുരാൻ കൈപിടിച്ച് നടത്തിയ അനേകം അനുഭവങ്ങളുണ്ടാകും. നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? അതിൻ്റെ റീജൻസിയുടെ സമയത്ത് ഞാൻ പട്ടം കിട്ടുന്നതിന് മുമ്പുള്ള പറഞ്ഞു, ഞാൻ ബാലഭവനിലാണെന്ന് പറഞ്ഞു. അന്നും ഇന്നും സോഷ്യൽ മീഡിയയിൽ ഞാൻ ആക്റ്റീവാണ്. ഫേസ്ബുക്കുണ്ട്. അപ്പോൾ ഞാനൊരു ആശ്രമ വൈദികനാണെന്ന് കരുതി തന്നെ ഒരു +2 പഠിക്കുന്ന ഒരു കുട്ടി എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു. ആ കുട്ടിയെ ചാറ്റിങ്ങിലൂടെ എനിക്ക് മനസ്സിലായൊരു കാര്യം, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞാണ് എന്നോട് സംസാരിക്കുന്നത്. എന്താണ് എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്ന് വരുന്നത് ഒരു മല പോലെ, അല്ല ഒരു പുഴ പോലെ ആ ഒരു റിപ്ലൈയാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്താണെന്നുള്ള ചോദിക്കുന്നുള്ളൂ. നമ്മൾ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു ഫാമിലിയിൽ പഠിക്കുന്ന +2 പഠിക്കുന്ന ഒരു ആൺകുട്ടി, അവൻ ഇത്രമാത്രം
മാനസിക ബുദ്ധിമുട്ട് പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ടെന്ന് ഞാൻ അന്നാണ് മനസ്സിലാക്കുക. അതായത് നമ്മൾ കാണുന്ന പോലല്ല കുഞ്ഞുങ്ങളുടെ മനസ്സെന്ന് കാണുന്ന. അപ്പോൾ എന്താണെന്നുള്ള എൻ്റെ ഒറ്റ വാക്കിൽ നിന്നാണ് അത് വന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും ഞാനത് ആരെങ്കിലും കാണുമ്പോൾ ആ ഒരു വാക്ക് ഇപ്പോഴും എന്താണ് സുഖമാണെന്നൊരു ചോദ്യം ഞാൻ ചോദിക്കാറുണ്ട്. അവരുടെ ആ ഒരു റിപ്ലൈയിൽ നിന്ന് തന്നെ ഏകദേശം നമുക്ക് പിടികിട്ടും, അവരുടെ മൈൻഡ് സെറ്റപ്പ് പിടികിട്ടും. അതാണ് എൻ്റെ ഒരു ആദ്യകാലത്തെ ഒരു പെട്ടെന്നൊരു അനുഭവം എന്ന് പറയുന്നത്. പിന്നെ അവിടെ നിന്നാണ് അത് പഠിക്കുന്നത്. ഈ ഓൾഡ് ഏജ് ഹോമിലേക്ക് വരുമ്പോൾ ഞാൻ വന്ന സമയത്ത്, അതായത് പട്ടം കിട്ടി ഓൾഡ് ഏജ് ഹോമിലേക്ക് വന്ന സമയത്ത് അവിടുത്തെ സിസ്റ്റേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. സിസ്റ്റേഴ്സ് ഒരു നീണ്ട ലിസ്റ്റ് ഒരാഴ്ചത്തേനുള്ള സാധനങ്ങൾ തന്നു. ഒരു 7,000 രൂപ 6,000 രൂപ മാത്രമേ എൻ്റെ ക്യാഷ് ബാലൻസ് ആയിട്ട് കയ്യിലുള്ളൂ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറയാം, കാരണം വരുമാനം വളരെ കുറവാണ്. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. ഇത് ഓൾഡ് ഏജും അല്ലെങ്കിൽ അഗതി മന്ദിരങ്ങളും ശുശ്രൂഷ മേഖല നടത്തുന്ന എല്ലാവർക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് പുതുമയൊന്നുമല്ല ഇത്. പക്ഷെ ഞാനത് അനുഭവിച്ചറിയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അത്. അപ്പോൾ ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററെ ഒരു 10-10:30 വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്തെങ്കിലും ഒരു വെച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഒരു ഹൈന്ദവ ഫാമിലി അവരുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണെന്നും പറഞ്ഞ് വന്നു. സാധാരണ അങ്ങനെ വരുന്നവർ എൻ്റെ 3.5 വർഷമായിട്ടുള്ള എൻ്റെ പരിചയത്തിൽ അവർ ഏതെങ്കിലും ഒരു ഐറ്റമേ തരുള്ളൂ. ഒന്നെങ്കിൽ അരി നമുക്ക് കൊണ്ടുതരും, ഇല്ല പൈസ തരും, ഇല്ലെങ്കിൽ ചോറ് തരും, എന്തെങ്കിലുമോ. പക്ഷേ ഇവരന്ന് ചോദിക്കാൻ വേണ്ടിയല്ല വന്നത്, ഈ സാധനം കൊണ്ട് വരികയായിരുന്നു. 2 ആഴ്ചത്തിനുള്ള പച്ചക്കറി, മീൻ, പാല്, അതായത് ആ 2 ആഴ്ചത്തിന് ഷോപ്പിങ്ങിന് പോവുകയേ വേണ്ട. അതൊരു ഞാൻ ആദ്യത്തെ ഒരാഴ്ചയാണ് എനിക്ക് തോന്നുന്നു മടുപ്പ് തോന്നാതെ പിടിച്ചു നിർത്താൻ ദൈവം ആദ്യം തന്ന ഒരു അനുഭവമാണെന്നാണ് ഞാനത് വിശ്വസിക്കുക. പിന്നെ അവിടുന്ന് അങ്ങോട്ട് വരുമ്പോൾ അടുത്തൊരു അനുഭവം എന്ന് പറയുന്നത് 2018 വെള്ളപ്പൊക്കമാണ്. ഞാൻ വന്ന് 2-ാം മാസമാണ് ആ ആശ്രമത്തിൽ വെള്ളപ്പൊക്കം, പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥലമാണ്. വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും നോക്കുമ്പോൾ വെള്ളം കോരി ഒഴിക്കുന്ന പോലെ അതേ ശക്തിയായിട്ട് വെള്ളം ഉയരുന്നുണ്ട്. ഞാൻ സുപ്പീരിയറിനോട് പറഞ്ഞു, അച്ഛാ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു, വെള്ളം നല്ലപോലെ കയറുന്നുണ്ടല്ലോ. അച്ഛനും പറഞ്ഞു, അച്ഛൻ്റെ അനുഭവം ഭയങ്കര 90 വയസ്സുണ്ട്. അച്ഛനും പറഞ്ഞു, അച്ഛാ നമുക്ക് മാറിയേക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ആ ഒരു തീരുമാനം എന്നെയും അച്ഛനെയും മാത്രമേ ഞങ്ങൾ 18 അഗതികളെ രക്ഷപ്പെടുത്തി. കാരണം ആ ഓൾഡ് ഏജ് ഹോം ഏകദേശം നമ്മുടെ വാതിൽ പൊക്കത്തോളം വെള്ളം അന്ന് പൊങ്ങി. ചരിത്രത്തിൽ നമുക്കറിയാം ഏറ്റവും വലിയ വെള്ളപ്പൊക്കമായിരുന്നു അത്. ഞങ്ങൾ ആദ്യത്തെ അഗതിയെയും കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നടന്നാണ് ഇറങ്ങിയത്. അവസാനത്തെ ആളിനെ കൂടെ അവിടെ നിന്ന് മാറുമ്പോൾ എനിക്കും സിസ്റ്ററിനും നെഞ്ചോളം വെള്ളമുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ശക്തിയില്ല വെള്ളം വന്ന്. ആ ഒരു തീരുമാനം വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴാണ് ഈ തീരുമാനം ഉണ്ടാവുക. അത് മുന്നും പിന്നും നോക്കാതെ എടുത്തൊരു തീരുമാനം ഇന്നും ഞങ്ങളുടെ 10-20 പേരുടെ ജീവൻ രക്ഷിച്ചു ഒരനുഭവം. ഇത് ഞാൻ ആദ്യം ആയിരുന്ന അഗതി മന്ദിരത്തിലെ 2 മാസത്തെ അനുഭവം മാത്രമാണ് പറഞ്ഞത്. ഇപ്പം 3.5 വർഷമായി. ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഒത്തിരി ദിവസങ്ങൾ ഇരുന്നാലും പറഞ്ഞാൽ തീരാത്ത അധികം അനുഭവങ്ങളുണ്ട്. ഈ ഒരു അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ ഓർക്കുമായിരുന്നേ, നമ്മൾ തമ്പുരാന് വേണ്ടിയിട്ട്, ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം മാറ്റിവെക്കുമ്പം, ഈശോ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നടക്കുമ്പം നമ്മളെ സേഫായിട്ട് കൊണ്ടുപോകേണ്ടത് തമ്പുരാൻ്റെ കൂടെ ഉത്തരവാദിത്തമാണെന്ന് തോന്നുന്നു. അത് കൃത്യമായിട്ട് തമ്പുരാൻ ചെയ്തു തരും. നീ ശാന്തനായിരുന്നാൽ മതി, കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളൂ എന്നാണ് വചനം പോലെ പറയുന്നത്. ഞാൻ ആ +2കാരൻ്റെ കഥയിലേക്ക് ഒന്നുകൂടെ വരികയാണ്. അവന് ഒരുപാട് കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ ഉണ്ടായിട്ടും ഒരു വൈദികനോട് തുറന്ന് സംസാരിക്കാനാണ് അവന് തോന്നിയത്. എനിക്ക് തോന്നുന്നു വൈദികൻ്റെ അല്ലെങ്കിൽ സന്യാസിനിയുടെ ഒക്കെ ജീവിതത്തിൽ സാധാരണ മനുഷ്യൻ അവരിലൊരു ആശ്രയം വയ്ക്കുന്നുണ്ട്. അച്ഛൻ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതായത് ഒരു സാധാരണ ആൾക്കാരെ സംബന്ധിച്ച് ഒരു വൈദികൻ എന്ന് പറയുന്നത്, ഒരു പുരോഹിതൻ എന്ന് പറയുന്നത് അവർക്കൊരു അത്താണിയാണെന്ന് അച്ഛന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഈ ഉടുപ്പ് ഇട്ട നാൾ മുതൽ ഞങ്ങൾക്ക് ഈ ഉടുപ്പിടുന്നത് പട്ടത്തിനും 7-8 വർഷം മുമ്പെയാണ്. അന്ന് മുതലേ സാധാരണ ജനത്തിന് അവർക്ക് ചിലപ്പം കാണുമ്പോൾ ഷമ്മാസനൊന്നും ആയിരിക്കത്തില്ല ചിലപ്പം തോന്നുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സഭാ ചട്ടക്കൂടിന് പുറത്തുള്ള ഒരാൾക്ക് അച്ഛൻ തന്നെയാണ്. അപ്പോൾ ഒരു വൈദികൻ എന്ന നിലയിൽ പല കാര്യങ്ങൾക്കും നമ്മളെ കോൺഫിഡൻറ്റ്, ഇവിടെ ഒരു കാര്യം പറഞ്ഞാൽ അത് വേറൊരു ആൾ അറിയില്ലെന്നും ഇവിടെ വ്യക്തമായി അതിന് ഉത്തരമുണ്ടെന്നും അറിഞ്ഞുകൊണ്ട് തന്നെ മനുഷ്യർ നമ്മളെ സമീപിക്കാറുണ്ട്. ആ സമയത്ത് വേണ്ടത് പരിശുദ്ധാത്മാവ് നമ്മുടെ നാവിൽ തരുമെന്ന് പറയുന്നത് വളരെ അനുഭവിച്ചറിഞ്ഞിട്ടുമുണ്ട്. കാരണം ചില ആംഗിളിലേ സംസാരിക്കാൻ പറ്റുള്ളൂ. വേറെ ഒരേ പ്രശ്നമാണെങ്കിലും പലരോട് പല കാര്യങ്ങളെ സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ദൈവം തന്നെ അവരോട് സംസാരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ തന്നെ പിന്നെ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ വന്ന് സംസാരിച്ച് പോയതിന് ശേഷം ഒരു ഗ്രേസ് ആ ആടെ മുഖത്ത് ഫീൽ ചെയ്ത്, ആ ആളല്ല പറഞ്ഞത്, വേറെ ആൾ ഈ റീസെൻ്റായിട്ട് സംഭവിച്ചത്. അച്ഛൻ വന്ന് പോയി സംസാരിച്ചതിന് ശേഷം ഒത്തിരി ഹാപ്പിയായിട്ട് തോന്നി. അതൊരു ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ
ഒരു ആത്മാഭിമാനം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതൊരു അഹങ്കാരത്തിൻ്റെ ഒരു സംസാരം ഉണ്ടായിരുന്നത്. പക്ഷേ ദൈവ നടത്തിപ്പ്, ദൈവനാമമാണല്ലോ അവിടെ എന്നിലൂടെ മഹത്വപ്പെട്ടതെന്നുള്ളൊരു ആത്മസംതൃപ്തി, ആനന്ദം, അത് മാത്രമേ ഉള്ളൂ. ഉറപ്പായിട്ടും വെച്ചാൽ കാരണം നമ്മുടെയൊക്കെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോഴും അത് ഏത് സമൂഹത്തിൽപ്പെട്ട ആളാണെങ്കിലും വൈദികൻ എല്ലാ സമൂഹത്തിലും വല്ലാത്തൊരു സ്ഥാനമുണ്ട്. അത് എല്ലാ കാലത്തും അത് അങ്ങനെയായിരിക്കുന്നതിനും അച്ഛാ ഒരു വൈദികൻ്റെ ജീവിതത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പം, അച്ഛൻ്റെ ജീവിതത്തിൽ കടന്നു പോകുമ്പം മുൻപേ കടന്നുപോയ പലരും മാതൃകകളാകാറുണ്ട്. നമ്മുടെയൊക്കെ വിശുദ്ധാത്മാക്കൾ പെട്ടെന്ന് ഓർത്തെടുക്കുമ്പം അച്ഛനെ മാതൃകയാക്കാൻ തോന്നിയ, പ്രത്യേകിച്ച് അച്ഛൻ ഈ ശുശ്രൂഷ മേഖലയിലൊക്കെയാണ്, അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഈ ശുശ്രൂഷ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമല്ല, ഇതിപ്പോൾ ഞാൻ ഈ മേഖലയിലേക്ക് വന്നിട്ട് എനിക്കൊന്ന് 3 വർഷമായിട്ടുള്ളൂ. അതിനു മുമ്പേ എന്ന് പറഞ്ഞാൽ ഓർമ്മ വെച്ച നാൾ മുതലേ പരിശുദ്ധ അമ്മയെ ടച്ച് ചെയ്യാതെ നമുക്ക് ആർക്കും ഒരു ജീവിതവും ഇല്ലല്ലോ. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുണ്ട്. പിന്നെ മറ്റൊരു ആളെന്ന് പറഞ്ഞാൽ വിശുദ്ധ മദർ തെരേസയാണ്. അത് കഴിഞ്ഞ 3 വർഷമായിട്ടല്ല, അതിനേക്കാൾ മുമ്പേ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അമ്മയുടെ ഒരു മുഖത്തെ ഒരു ചൈതന്യം, ഒരു വിശുദ്ധി, അല്ലെങ്കിൽ ഒരു വല്യമ്മച്ചിയുടെ ഒരു വാത്സല്യം, അതാണ് എനിക്കൊരു മധ്യസ്ഥ എന്നതിനേക്കാൾ ഉപരി ആ വാത്സല്യത്തിൽ, ആ മുഖത്തെ ആ വാത്സല്യത്തിൽ, ആ വിശുദ്ധിയിൽ ഒന്ന് അലിയുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് ഓർക്കുമ്പം തന്നെ കണ്ണ് നിറയുന്നൊരു അനുഭവം അമ്മയെക്കുറിച്ചുള്ളത്, മദർ തെരേസയെക്കുറിച്ചുള്ളത്. അതിനെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട്. റീസെൻ്റായിട്ട് ഞാൻ പറഞ്ഞു 1.5 വർഷം മുമ്പ് ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന ആശ്രമം വാങ്ങിച്ച അധികാരികൾ അതച്ചാ കൂതാശ ചെയ്ത് എടുക്കണമെന്ന് ഏൽപ്പിക്കുന്നത് എൻ്റെയിലേക്കാണ്. അങ്ങനെ ഞാൻ മറ്റൊരു അഗതി മന്ദിരത്തിലിരുന്ന് നാളെ ഈ വിശുദ്ധ അഗതി മന്ദിരം ആരുടെ പേരിൽ ചാപ്പൽ വിശുദ്ധ കൂതാശ ചെയ്യണം, അല്ലെങ്കിൽ ഏത് വിശുദ്ധയാണ് എന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന് മദർ തെരേസ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ആശ്രമത്തിലൊരു മദർ തെരേസയുടെ ഫോട്ടോയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും അങ്ങനെ ഒന്ന് വേണമല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നതാണ്. ഞാൻ വേറൊരാളോട് ചോദിച്ചു ഏത് വിശുദ്ധയാണ് നമുക്ക്, അപ്പോൾ തീർച്ചയായും പറഞ്ഞു മദർ തെരേസ. പെട്ടെന്ന് പറഞ്ഞു മദർ തെരേസ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴത് ഓർക്കുമ്പം ഭയങ്കര ഒരു ഇതാണ്. എന്നെ ഇപ്പോൾ ആയിരിക്കുന്ന ആശ്രമത്തിൻ്റെ അടുത്തുള്ളൊരു ആൻറ്റി എന്നെ വിളിച്ചു. അച്ഛാ, ഒരു വീട്ടുകാർ എന്നെ സമീപിച്ചു. അവർക്ക് പത്രത്തിൽ അവർക്കൊരു ഉപകാരസ്മരണ ഇത് ചെയ്യണം. പത്രത്തിലൊക്കെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അങ്ങനെ പൈസ കളയാൻ താല്പര്യമില്ല. ഏതെങ്കിലും ഒരു പള്ളിയിലോ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലോ വല്ലതും ഒരു ഫോട്ടോ നമ്മൾ പറയുന്ന വലിപ്പത്തിലും ഇതിലും അവർ ചെയ്തു തരുമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ആരാന്ന് ചോദിച്ചു. അത് മദർ തെരേസ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നും അത് ഓർക്കുമ്പോൾ, അപ്പോൾ ആ 1.5 വർഷം മുമ്പ് മദർ തെരേസയുടെ ഞാൻ പറഞ്ഞ അതേ വലിപ്പത്തിൽ ഇതിൽ അവരൊരു ഫോട്ടോ രൂപം തന്നു. ഈ റീസെൻ്റായിട്ട് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ ആ ചാപ്പൽ നവീകരിച്ചപ്പോൾ പോലും ആ മദർ തെരേസയുടെ ഫോട്ടോയ്ക്ക് ഒരു കുഴപ്പവും വരാതെ ബാക്കിയെല്ലാം ഞാൻ സെറ്റ് ചെയ്തത് ഈ ഫോട്ടോയെ ഇത് ചെയ്തുകൊണ്ട് ഇതിനൊരു ഭംഗവും വരാത്ത ഇതിലാണ്. അപ്പോൾ ആ അമ്മയുടെ ആ ഒരു ചൈതന്യം, ആ ഒരു വിശുദ്ധി എൻ്റെ ഈ ഒരു പൗരോഹിത്യ ജീവിതത്തിലും ശുശ്രൂഷ ജീവിതത്തിലും ഒത്തിരി എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നെ ഇന്നും നടത്തുന്ന ഒരു വഴികാട്ടിയാണ് മദർ തെരേസ. ഉറപ്പായിട്ടും വെച്ചാൽ കാരണം അമ്മ ആദ്യത്തെ ഒരു അനാഥയായ വ്യക്തിയെ കൈപിടിച്ച് ആ ഒരു നിർമ്മൽ സദനിലേക്ക് കൊണ്ടുവരുമ്പം എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയായിരുന്നു അമ്മ 1997 മരിക്കുമ്പോഴും. അന്നും ഇന്നും എന്നും അമ്മ ഒരുപോലെ തന്നെയായിരുന്നു. ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടും അമ്മയ്ക്കൊരു മാറ്റമില്ലായിരുന്നു. പരിശുദ്ധ അമ്മയെപ്പറ്റി അച്ഛൻ പറഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം ജീവിതത്തെ സ്വാധീനിക്കുന്ന, ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത്. ഓർത്തെടുക്കുമ്പം അമ്മയുടെ സ്നേഹം അത് അത്രമാത്രം മനോഹരമാണെന്ന് തോന്നിയ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളുണ്ടോ? അതും ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങളോടായിരുന്ന സമയം, എൻ്റെ റീജൻസി കാലത്ത്. അന്നിപ്പോൾ വേണമെങ്കിൽ എങ്ങനെ തന്നെ പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെയുള്ള കുഞ്ഞുങ്ങളോട് പള്ളിയിൽ കുർബാനയ്ക്ക് വരും മുമ്പ് അവർ പള്ളിയിൽ വന്നിരിക്കുമ്പോൾ ഞാൻ അവർക്ക് പരീക്ഷയ്ക്കൊക്കെ മുന്നേ നമ്മൾ ചെറിയൊരു ഒരുക്കം നടത്തുമല്ലോ. നടത്തുമ്പോൾ ഇവരോട് ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു. പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ പോകുന്ന വഴിക്ക് പരിശുദ്ധ അമ്മ നീല കാപ്പ കൊണ്ട് നിങ്ങളെ പൊതിഞ്ഞു എന്നത് നിങ്ങൾ ചുമ്മാ മനസ്സിൽ ചിന്തിച്ച് പോകണമെന്ന് പറഞ്ഞു. അതിന് 2 ദിവസം കഴിഞ്ഞിട്ട് അതിലൊരു പയ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞ്, അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അമ്മ എന്നെ നീല കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞു നിർത്തിയത് ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ ഇന്നത് ഓർക്കുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞ കാര്യമല്ല ഞാനത്. പക്ഷേങ്കിൽ അത് ഇത്രമാത്രം ആ കുട്ടിയെ സ്വാധീനിച്ചു എന്നുള്ള കാര്യം എനിക്ക്
ഇന്ന് എനിക്ക് ഉറപ്പുണ്ട് എത്ര വഴിതെറ്റിപ്പോയാലും എങ്ങനെയെങ്കിലും ആ കുട്ടി അമ്മയെക്കുറിച്ച് ഒരു ട്രബിൾ ഉണ്ടാകുമ്പോൾ, ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഓർക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഈ ജീവിതത്തിൽ വരുമ്പോൾ ഉള്ള ഒരിത്. എൻ്റെ പേഴ്സണൽ ഇതിലേക്ക് വരുമ്പോൾ പണ്ടൊന്നും ഒത്തിരി ജപമാല ചൊല്ലുന്ന ആളൊന്നും അല്ലായിരുന്നു ഞാൻ. പക്ഷെങ്കിൽ മുന്നോട്ട് ഓരോ കാര്യങ്ങൾ ജീവിതം വരുമ്പോൾ പ്രതിസന്ധികൾ കൂടും, നമ്മൾ ഇടപെടുന്ന മേഖലകൾ വ്യാപിക്കുമ്പോൾ പ്രശ്നങ്ങൾ കൂടും. അവിടെയൊക്കെ ധൈര്യത്തോടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അമ്മയുടെ ജപമാല, അല്ലെങ്കിൽ ഞാനിപ്പോഴും അവിടെ ഒരു അമ്മയുടെ രൂപമുണ്ട്. പോകുന്നതിന് മുമ്പ്, കിടക്കാൻ പോകുന്നതിന് മുമ്പ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് ഞാൻ ആ രൂപത്തിൽ നിന്ന് പോവുകയുള്ളൂ. എന്നാൽ എനിക്കൊരു സംരക്ഷണമാണ് അമ്മ എന്ന് പറഞ്ഞാൽ. എൻ്റെ വീട് ഞാൻ ഉപേക്ഷിച്ച ഒരാളാണ്. അവർക്ക് ഒറ്റമകനാണ് ഞാൻ. പക്ഷെങ്കിൽ ഞാൻ അവിടെ നിന്ന് പോകുമ്പോൾ എന്നേക്കാളും ഇന്നവരെ കരുതുന്ന 2 മരുമക്കളെ ദൈവം അമ്മ കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്നെ ഞാൻ വിചാരിക്കുന്നത് പൂർണ്ണമായിട്ടും ഞാൻ വിട്ടുകൊടുത്തത്, ഞാൻ എന്നെ തന്നെ ഇതായിട്ട് പറയുകയല്ല, പക്ഷേ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ചെറിയ ചെറിയ രീതിയിലൊക്കെ അമ്മ എനിക്ക് തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അമ്മയുടെ ആ ഒരു സ്വാധീനം, പരിശുദ്ധ അമ്മയുടെ ഒരു ജീവിത സമർപ്പണം എന്നെ ചില സമയങ്ങളിലെങ്കിലും ഈ ശുശ്രൂഷ മേഖലയിൽ നിൽക്കാനായിട്ട് എന്നെ ഒത്തിരി പ്രചോദിപ്പിക്കുന്നുണ്ട്. അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വികാരമാണ്. നമ്മുടെ എല്ലാം അച്ഛൻ സ്വന്തം അമ്മയെ അപ്പനെ ഉപേക്ഷിച്ച് പോന്നപ്പം തമ്പുരാൻ സ്വന്തം അമ്മയെ യോഹന്നാനെ ഏൽപ്പിച്ച പോലെയാണ്. ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് അച്ഛനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് അച്ഛൻ മനസ്സിലാക്കുന്നുണ്ട്. തൻ്റെ ശുശ്രൂഷയിലുടനീളം സ്വർഗീയ സ്നേഹത്തിൻ്റെ പരിമളം തൂകി പരിശുദ്ധ മറിയം തന്നെ പൊതിഞ്ഞു പിടിക്കുന്നു എന്ന് ഈ വൈദികൻ ദർശിക്കുന്നു. സുവിശേഷത്തിൻ്റെ സ്നേഹം, സ്നേഹാർദ്രമായ ഈ കാരുണ്യത്തിൻ്റെ പ്രവൃത്തികൾ വഴി അനേകം ആലംബഹീനർക്ക് നൽകാൻ പരിശുദ്ധ അമ്മ ഈ വൈദികന് ബലമേകുന്നു. വിശുദ്ധ കുർബാനയുടെ തുടർച്ചയായ ജീവിത ബലി ഈ ആലംബഹീനർക്കൊപ്പം സജീവമായി അർപ്പിക്കുവാൻ ഈ ഉൾവെളിച്ചം കരുത്താകുന്നു. എന്നുവെച്ചാൽ നമ്മൾ ഈ ഒരു കാലഘട്ടം ചിന്തിക്കുമ്പോഴേ ഒരുപാട് കുട്ടികൾ നമ്മുടെ ദൈവവിളിയിലേക്ക് കടന്നു വരുന്നുണ്ട്. എങ്ങനെയാണ് അച്ഛൻ്റെ ഒരു ദൈവവിളിയെ കാണുന്നത്? അല്ലെങ്കിൽ ജനറലി ദൈവവിളി എന്ന് പറയുന്നത് ഒരു വൈദികനാവുക, സന്യാസിനിയാവുക, കുടുംബജീവിതം വളരെ മനോഹരമാണ്. എങ്കിലും ഒരു വൈദികനാവുക, സന്യാസിയാവുക എന്നൊക്കെ പറയുന്നത് എത്രമാത്രം പ്രഷ്യസാണ്. അതിന് എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അതെല്ലാവരും അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, മാതാവിൻ്റെ ഉദരത്തിലാകും മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, വിളിച്ചു, വിശുദ്ധീകരിച്ചു എന്നുള്ളത്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സമൂഹം അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ പൗരോഹിത്യത്തിൻ്റെ സമയത്തും ജൂബിലിയുടെ സമയത്തൊക്കെ കോട്ട് ചെയ്യുന്നൊരു വചനമാണിത്. തീർച്ചയായിട്ടും അമ്മയുടെ ഉദരത്തിലാകും മുമ്പേ അറിഞ്ഞു. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇതെല്ലാ ക്രിസ്ത്യാനികൾക്കുള്ളൊരു വിളിയാണ്, അല്ലേ? വീണ്ടും ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന്. ഞാൻ മനസ്സിലാക്കുന്നു, എനിക്ക് എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചൊക്കെ ഉള്ള പദ്ധതി, അല്ലെങ്കിൽ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചാൽ അത് മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഞാൻ പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും. അപ്പോൾ പരിപൂർണതയിൽ അല്ലെങ്കിൽ വിശുദ്ധിയിൽ നമ്മളെല്ലാം എത്തിച്ചേരണമെന്നുള്ള ഒറ്റ ആഗ്രഹമേ സ്വർഗത്തിന് പിതാവായ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉള്ളൂ. അതിന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന 3 വഴികളാണ് പൗരോഹിത്യവും, സന്യാസവും, കുടുംബജീവിതവും. അതുകൊണ്ട് തന്നെ അതിൽ ഒന്നിനോട് നമുക്ക് തുലനം ചെയ്യാനായിട്ട് സാധ്യമല്ല. എന്നിരുന്നാൽ പോലും ഒരു പൗരോഹിത്യം എന്ന് പറയുമ്പോൾ വേറെ എല്ലാം മാറ്റിവെച്ച് ക്രിസ്തുവിന് വേണ്ടി മാത്രം, എന്ന് പറഞ്ഞാൽ വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടുകൂടി ഈശോയെ സ്നേഹിക്കാനുള്ളൊരു വിളി അല്ലെങ്കിൽ ഒരു ജീവിത ശൈലിയാണത്. അതുകൊണ്ട് തന്നെയാണ് അത് തീർച്ചയായിട്ടും ഒരു പ്രഷ്യസായിട്ട് നമുക്ക് എല്ലാവർക്കും അത് എനിക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്യുന്നതിൻ്റെ കാരണം. ഞാൻ പൂർണ്ണമായിട്ടും ക്രിസ്തുവിൻ്റെതാണ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്നേഹം ഇങ്ങനെ പാർട്ടായിട്ട് ആർക്കും ഇല്ല, എല്ലാം ക്രിസ്തുവിൻ്റെതാണെന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാട്, അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. തീർച്ചയായിട്ടും അച്ഛൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ഒരു മേഖലയിൽ അച്ഛൻ എപ്പോഴും കാണുന്നത് രോഗികളായിട്ടുള്ളവർ, അവശരായിട്ടുള്ളവർ, ഒത്തിരിയേറെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെയാണ്. ചില മനുഷ്യരെങ്കിലുമൊക്കെ ഈ സാഹചര്യങ്ങളിലൂടെ സ്ഥിരമായി കടന്നു പോകുമ്പോൾ ഒന്ന് വിഷമിച്ചു പോയേക്കാം. അച്ഛൻ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് മടുപ്പ് തോന്നിയിട്ടുണ്ടോ? ഞാൻ തിരഞ്ഞെടുത്ത ഒരു വഴിയല്ല, അതിനെ ആധ്യാത്മികമായിട്ട് ചേർത്തല്ല പറയുക. അതായത് ഞാൻ പറഞ്ഞു, ആകസ്മികമായിട്ട് എൻ്റെ ആദ്യ അപ്പോയിൻമെൻറ്റ്, നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതിൽ ആദ്യ അപ്പോയിൻമെൻറ്റുകളായിട്ട് ഇങ്ങനെ വന്ന കാര്യങ്ങളാണത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും തീർച്ചയായിട്ടും മാനുഷികമായിട്ട്
ഒത്തിരി ബുദ്ധിമുട്ടുകളും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഭവനത്തിൽ നമ്മൾ ഒരു വയ്യാത്ത ഒരാളുണ്ട് എങ്കിൽ നമ്മൾ വെളിയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ടെൻഷൻ എന്തുമാത്രമുണ്ട്, വരുന്നിടം വരെ ഇയാൾക്ക് എന്ത് പറ്റും. അപ്പോൾ ഒരു കൂട്ടം മനുഷ്യർ അങ്ങനെ വയ്യാത്തവർ അവിടെ കിടക്കുമ്പോൾ തീർച്ചയായിട്ടും 1-2 ദിവസമൊക്കെ മാറി നിന്ന് വേറൊരു ജീവിതത്തിലേക്കൊന്നും പോകാനായിട്ട് പറ്റില്ല. വേറെ ജീവിതത്തിലെ മീൻസ് ഒരു ബന്ധുഭവനത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്കോ ഒരു നീണ്ടൊരു സമയത്തേക്ക് മാറി നിൽക്കാനൊന്നും പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ടെൻഷൻ ഇവിടെ കിടക്കുക. എന്നാൽ അതേ സമയത്ത് തന്നെ മടുപ്പ് തോന്നത്തുമില്ല. കാരണം അതിനൊരു ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവരെല്ലാം മെൻ്റലി ഇച്ചിരി ബുദ്ധിമുട്ടുള്ളവരുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 1 മിനിറ്റ് എൻ്റെ മുന്നിൽ നിന്ന് അവർ കാണിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർ നമ്മളോട് ഇടപെടുന്ന നിഷ്കളങ്കമായ ഒരു രീതിയുണ്ട്. ചിലപ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യമൊക്കെ വന്ന് ഇരുന്നാലും അത് ഓർത്ത് നോക്കുമ്പോൾ അതൊരു രസമാണ്. എന്ന് പറയാൻ ദൈവം അറിഞ്ഞോ അറിയാതോ ഈ ശുശ്രൂഷ മേഖലയിൽ ഒരു എൻ്റർടൈൻമെൻറ്റ്, നെഗറ്റീവായിട്ടല്ല പറയുക, ഒരു എൻ്റർടൈൻമെൻറ്റും പോലെ എന്ന് പറഞ്ഞാൽ ഇവരുടെ നിഷ്കളങ്കമായ ഇടപെടൽ നമുക്ക്, അല്ലെങ്കിൽ നമ്മളെ ചതിക്കാത്ത കളങ്കമില്ലാത്ത അവരുടെ ആ ഒരു ഇടപെടൽ മൂലം തന്നെ നമുക്ക് ഒരു മടുപ്പ് തോന്നത്തില്ല. പിന്നെ അതിനേക്കാൾ ഉപരി കുറേ നമ്മളിതിനൊരു കാരണമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അനേകം മനുഷ്യർ ഇതിന് ചുറ്റും നിൽപ്പുണ്ട് നമ്മളെ താങ്ങാൻ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഇടപെടലും അവരുടെ അനുഭവവും എല്ലാം കൂടെ ആകുമ്പോൾ നിത്യേന നമ്മുടെ കൂടെ വരുന്നവരുണ്ട്, അവരുടെ സന്തോഷം പങ്കിടാനായിട്ട് വരുന്നവരുണ്ട്. അവരുടെ ഇവരുടെ നമ്മളെ ഈ വഴിയിലൂടെ പോകുമ്പോൾ പൊതിഞ്ഞു പിടിക്കുന്ന ഈ മനുഷ്യരുടെ എല്ലാം ഇടപെടൽ മൂലം ഒരു മടുപ്പ് ഇതുവരെ തോന്നിയിട്ടില്ല. ചിലപ്പോൾ വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഇത് പറയുമ്പം ഇതുപോലെയുള്ള കാരുണ്യ ആലയങ്ങളെ, ഇത്തരത്തിൽ തമ്പുരാൻ തൊടുന്ന സ്ഥലങ്ങളെ ചേർത്ത് നിർത്തുന്ന, സാമ്പത്തികമായി ഉൾപ്പെടെ സഹായിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. അച്ഛൻ ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു വൈദികനാണ്, യുവ വൈദികരുടെ പ്രതിനിധിയാണ്. നമ്മൾ പറയാറുള്ള പോലെ ലോങ് വേ ടു ഗോ ബിഫോർ സ്ലീപ്പ് എന്ന് പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാറുണ്ട്. ഒരു സാധാരണ ആളോട് ചോദിച്ചാൽ വാട്ട് ഈസ് യുവർ എന്ന് ചോദിച്ചാൽ അയാൾക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അച്ഛനെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ എന്താണുള്ളത്? അങ്ങനെ പറയാൻ എനിക്ക് ഒന്നുമില്ലെന്ന് പറയാൻ കാരണം തമ്പുരാൻ ഇതുവരെ ഞാൻ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ ആശ്രമത്തിൽ ചേരുമ്പോഴൊന്നും ഇങ്ങനെയൊക്കെ എത്തിപ്പെടുന്നൊന്നും ഒരിതുമില്ല. തമ്പുരാൻ ഈ ശുശ്രൂഷ എന്ന് നിർത്തണം അല്ലെങ്കിൽ എന്ന് ഇത് പാക്കപ്പ് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നോ അന്ന് വരെ ഇതിങ്ങനെ പോവുക, അല്ലാണ്ട് ഒരു ഇന്ന സ്ഥലത്ത് എത്തിച്ചേരണമെന്നോ ഒന്നുമില്ല. പിന്നെ ഒരാഗ്രഹമുണ്ട്, ആയിരിക്കുന്ന മേഖല ഏറ്റവും ആത്മാർത്ഥതയോടെ അവിടെ എന്തെങ്കിലും ചെറിയ കാര്യമേ ചെയ്തോളെങ്കിൽ വേഗത്തിൽ ചെയ്യുക, അത് ഒരു ആത്മാർത്ഥതയോടെ പൂർത്തീകരിച്ച് ചെയ്യുക. ഇനി അതിന്മേലെ ആരും വന്നൊരു പണിയോ അല്ലെങ്കിൽ വന്നൊരു ഇത് നടത്തരുത്. ഒരു ചിന്തയുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്രകാരമാണ് എൻ്റെ ഒരിത്. ഈ മനുഷ്യരെല്ലാം റോഡരികിലും വഴിയരികിലൊക്കെ കിടക്കുന്നവരാണ്. അവരെ റോഡരികിൽ നിന്നൊക്കെ വിളിച്ച് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ആ റോഡിന് സമാനമായ അവസ്ഥ കൊടുക്കുന്നതിന് അതിന് അർത്ഥമില്ലല്ലോ. അപ്പോൾ അവർക്ക് ഏറ്റവും മനോഹരമായ ജീവിത സാഹചര്യവും സൗകര്യവും ഒരുക്കി കൊടുക്കും. അച്ഛാ, വൈദികനാവുന്നതിന് മുൻപ് തന്നെ ആരോരുമില്ലാത്തവരോടൊപ്പം ആയിരിക്കാൻ അച്ഛൻ ആഗ്രഹിച്ചു. അച്ഛൻ്റെ ആഗ്രഹത്തെ മേലധികാരികളിലൂടെ തമ്പുരാൻ പൂർത്തീകരിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ 3.5 വർഷമായിട്ട് ആ ഒരു ശുശ്രൂഷ മേഖലയിൽ പാവപ്പെട്ട അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും ഒക്കെ കൂടെ ആയിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛൻ എന്ത് തോന്നുന്നു? നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന്. ഞാൻ മനസ്സിലാക്കുന്നു ഈ ചെയ്തതൊക്കെയും ഞാനതിനകത്തൊരു കാരണം, ഒരു നിമിത്തം മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഈ ശുശ്രൂഷ മേഖലയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് തമ്പുരാന് വേണ്ടി തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ തമ്പുരാൻ കൂടെ നടത്തിയ ഒരനുഭവമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ. മറ്റൊരു കാര്യം, അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എനിക്കൊരു സ്വപ്നമുണ്ട്. ഞാനായിരിക്കുന്ന ഈ ഒരു അഗതി മന്ദിരം മേഖല അത് കുറേ കാലം കഴിയുമ്പോൾ ഇല്ലാതാവണം. എന്ന് പറഞ്ഞാൽ മക്കൾ മാതാപിതാക്കളെ നോക്കുന്ന സുരക്ഷിത ഭവനങ്ങൾ നമ്മുടെ ക്രിസ്തീയ അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ സഹായിക്കാനൊക്കെ വരുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയും, നിങ്ങളിനി നിങ്ങളുടെ ഒരു തലമുറ ഇവിടെ വരരുത്, ഒരു വിസിറ്ററായിട്ട് പോലും ഇവിടെ കടന്നു വരരുത്. കാരണം നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ നോക്കണം. നമുക്ക് ഓട്ടിസം ബാധിച്ച അല്ലെങ്കിൽ വയ്യാത്ത ആരെങ്കിലും നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ നിഷ്കളങ്കമായ ഒരു ജീവിതം നമ്മുടെ കൂടെ ഉണ്ടല്ലോ, അത്രയും ഒരു പുണ്യം, പാപം ചെയ്യാത്തൊരു വ്യക്തി നമ്മുടെ ഭവനത്തിൽ ഉണ്ടല്ലോ എന്നൊരു വലിയ ഒരു പ്രത്യാശയോടുകൂടി അവരെ സംരക്ഷിക്കുവാനായിട്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് കഴിയണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും
തങ്ങൾ കൊടുക്കുന്ന സംഭാവന അത് കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നു എന്ന് കാണുന്ന സ്ഥലങ്ങളിൽ ഇന്നും മനുഷ്യർ സഹായിക്കാൻ സന്നദ്ധമുള്ളവരാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ കോടാനുകോടി മനുഷ്യർ ഇന്നും ഇങ്ങനെ ഈ ഒരു സുഖ രീതിയിൽ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ലഭിച്ചുകൊണ്ട് തന്നെ ജീവിച്ചു പോകുന്നത്. ഒത്തിരി സന്തോഷമായിരുന്നു വെച്ചാൽ, കാരണം മറ്റൊന്നും പ്രതീക്ഷിക്കാതെ തമ്പുരാൻ്റെ വിശുദ്ധ കുർബാനയിൽ ശക്തി അർപ്പിച്ച് ഒരുപാട് പേർക്ക് ആശ്രയമായി, ഒരുപാട് പേർക്ക് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ മോനായി അച്ഛൻ ജീവിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അനേകം പേർക്ക് ഈശോയെ പകർന്നു കൊടുക്കുവാനും അനേകം അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കൊക്കെ മകനായി മാറുവാനും എത്ര തന്നെ ഉത്തരവാദിത്തങ്ങൾ മേലധികാരികൾ ഏൽപ്പിച്ചാലും അതൊക്കെ ഭംഗിയായി ചെയ്യുവാനും ഇതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കുർബാനയിൽ ഞങ്ങളെയും ഓർക്കുക. താങ്ക് യു അച്ഛാ. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഓർക്കാം. താങ്ക് യു. തിരുസഭയുടെ സുഗന്ധമായി ഇതാ അനേകം ദൈവവിളികൾ ഉജ്ജ്വലിക്കുന്നു. ദൈവരാജ്യവേലയിൽ അവർ തളരാതെ അധ്വാനിക്കുന്നു. പുതിയ കാലഘട്ടത്തിനൊത്ത് പുത്തൻ കൃപകൾ സ്വീകരിച്ച് അവരിതാ കർത്താവിൻ്റെ വയലിൽ പിന്തിരിഞ്ഞു നോക്കാതെ സഞ്ചരിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ സ്നേഹം അനേകം ദുഃഖാർത്തരായ ആത്മാക്കൾ ആവോളം നുകരുന്നു. വിളവിൻ്റെ നാഥൻ വിളിക്കുന്നു നിന്നെ, വലയെറിഞ്ഞണയുക നിങ്ങൾ. വിളവേറെയാണു കതിർ കൊയ്തെടുത്തിടാൻ വിശ്വസ്തരാവുക നിങ്ങൾ. തല ചായ്ക്കുവാനിടമില്ലാത്തവൻ ഞാൻ, തണലായി മാറുക നിങ്ങൾ. സുഖമേറെയേകില്ല ഈ വഴികളെങ്കിലും, ലഹരിയായി ഞാൻ നിന്നിലലിയും. കവചങ്ങളെല്ലാം വലിച്ചെറിയണം, നിമിഷ സുഖമല്ലിതു സത്യം. ശാശ്വതമാം നിത്യജീവനെ നേടുവാൻ സ്വയമഴിഞ്ഞിടുക നിങ്ങൾ. ശാശ്വതമാം നിത്യജീവനെ നേടുവാൻ സ്വയമഴിഞ്ഞിടുക.